അപ്പൊ എല്ലാവർക്കും തക്കുളച്ചിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ? ഇന്ന് ഞാൻ വന്നേന്ന് പറഞ്ഞാൽ എനിക്ക് ഉണ്ടായ ഒരു അനുഭവം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. എനിക്ക് ഒരു മാസം മുന്നേ എനിക്കൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. പണിയെന്ന് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഓൺലൈൻ ആപ്പിൽ നിന്ന് നല്ല രീതിക്ക് ഒരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ അതിനെപ്പറ്റി നിങ്ങളുടെ അടുത്തൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. കാരണം ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ അവസ്ഥ കേട്ടാൽ നിങ്ങൾക്കെങ്കിലും കുറച്ച് ആശ്വാസം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനിത് പറയാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ കഴിഞ്ഞ മാസം എനിക്ക് അത്യാവശ്യമായിട്ട് എനിക്ക് കുറച്ച് എമൗണ്ട് വേണമായിരുന്നു. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് ഞാനൊരു ഓൺലൈൻ ആപ്പിനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്കൊരു ആവശ്യം വന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ലോൺ നോക്കിയതായിരുന്നു കേട്ടോ. എനിക്ക് കൂടുതലും ലോൺ ആപ്പിനെ പറ്റിയിട്ടൊന്നും അറിയത്തില്ലായിരുന്നു. അറിയാതെ ചെന്ന് പെട്ടുപോയ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ ഇത്. അങ്ങനെ ഞാൻ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴത്തേക്കും ഈ ആപ്പിന് നല്ല റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ആപ്പിന്റെ പേരെന്ന് പറഞ്ഞാൽ ജിയോ ക്രെഡിറ്റ് എന്നാണ് ഈ ആപ്പിന്റെ പേര് കേട്ടോ. അപ്പൊ ഞാൻ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോ റിവ്യൂ ഒക്കെ കുഴപ്പമില്ലാണ്ട് നോക്കി. അങ്ങനെ ഞാൻ ആപ്പിനെ ഇൻസ്റ്റാൾ ചെയ്തെടുത്ത് പിന്നെ നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ അകത്ത് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കൊടുക്കില്ല, നമ്മുടെ ആധാർ പാൻ കാർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തു. എനിക്കൊരു 5000 രൂപ അടുപ്പിച്ച് വേണമായിരുന്നു, അർജന്റ് ആയിരുന്നു. അങ്ങനെ നോക്കിയതാണ് കേട്ടോ ഈ ലോൺ ആപ്പിന്റെ അത്. അപ്പൊ എനിക്ക് എമർജൻസി ആയിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് 5000 രൂപ കിട്ടുമെന്ന് വേണ്ടിയിട്ട് നോക്കിയപ്പോഴത്തേക്കുണ്ടല്ലോ സംഭവം നമ്മൾ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ആദ്യം കൊടുത്തു കഴിഞ്ഞാലല്ലേ നമുക്കിത് കിട്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്ക് എനിക്ക് 1500 രൂപ സംതിങ് എന്തോ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മെസ്സേജ് വന്നു. എന്നിട്ട് അതിന്റെ താഴെ അപ്ലൈ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഈ 1500 രൂപയെ കിട്ടുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ 1500 രൂപ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ച കാര്യം നടക്കത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു വേണ്ടാന്ന് വിചാരിച്ചു. ഈ അപ്ലൈ കൊടുത്താൽ മാത്രമല്ലേ ഈ പൈസ നമ്മുടെ അക്കൗണ്ടിൽ വരുള്ളൂ. ഞാൻ അങ്ങനെ ചെയ്തില്ല. എനിക്ക് വേണ്ടാന്നും പറഞ്ഞിട്ട് അപ്പൊ തന്നെ ഞാൻ ഈ ആപ്പിനെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ പോയി. അങ്ങനെ അപ്പൊ തന്നെ ഞാൻ ഈ ആപ്പിന്റെ കാര്യം കളഞ്ഞു. പിന്നെ ഞാൻ പൈസ അതിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്ലൈ എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടില്ല. അപ്പൊ തന്നെ ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു. പക്ഷെ എന്നാലും ഞാൻ ഈ ആപ്പിന്റെ ഡേറ്റ കാര്യങ്ങളൊന്നും ക്ലിയർ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അത് എന്റെ ഭാഗത്തുള്ള തെറ്റായിരുന്നു, ഇതൊക്കെ ചെയ്യേണ്ടതായിരുന്നു. എന്നിട്ട് അപ്പൊ തന്നെ ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ പോയി. ഒരു 7 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വാട്സപ്പിൽ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഹിന്ദിക്കാരനാണ്. കുറെ മെസ്സേജുകൾ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ പേയ്മെന്റ് തിരിച്ചടയ്ക്കാൻ പറഞ്ഞിട്ട് എനിക്കൊരു ലിങ്ക് ഇട്ട് വന്നിട്ട് പറഞ്ഞു പേയ്മെന്റ് തിരിച്ചടയ്ക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസ് ഒക്കെ മോർഫൈ ചെയ്തിറക്കും, അതാണ് ഇതാന്നൊക്കെ പറഞ്ഞ് എന്നെ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അപ്പൊ ഞാൻ ചോദിച്ചു എന്തോ കാര്യം, ഏത് ആപ്പ് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അവരിട്ട് തന്നപ്പോ ദാണ്ട് ഈ ആപ്പാണ്. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് കാര്യം പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു പൈസ വന്നിട്ടില്ല. അതും എത്ര 1500 രൂപ അടയ്ക്കണം, 3000 സംതിങ് രൂപ തിരിച്ചടവും. എനിക്ക് 1500 സംതിങ് ആണ് ഈ അപ്ലൈന്റെ അവിടെ കാണിച്ചത്. പക്ഷെ ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല, എനിക്ക് ക്യാഷ് കിട്ടിയിട്ടുമില്ല. പിന്നെ ഞാൻ എന്തിനാണ് തിരിച്ചടയ്ക്കേണ്ടത്? എന്നിട്ട് ഇവർ പറഞ്ഞു 3000 രൂപ തിരിച്ചടയ്ക്കണം, 1500 ഈ മാസം, അടുത്ത മാസം 1500, 3000 രൂപ തിരിച്ചടയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എനിക്ക് മെസ്സേജ് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്തിനും അടയ്ക്കണം, എനിക്ക് ഈ പൈസ വന്നിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വന്നിട്ടുണ്ട്, ഞങ്ങൾ പൈസ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ തിരിച്ചടച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു കുറെ ഹിന്ദിയിൽ ഒരുപാട് ചീത്ത മീൻസ് ഇങ്ങനെ അയച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു പറ്റത്തില്ല, ഞാൻ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇവര് കേൾക്കുന്നില്ല, ഇവരെന്നെ കോൾ ചെയ്തോണ്ടിരിക്കുന്നു. അങ്ങനെ കോൾ ചെയ്തപ്പോഴത്തേക്കും സത്യത്തിൽ ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു പോയി. അങ്ങനെ സത്യത്തിൽ ഇത് കണ്ടപ്പോ ഞാൻ പേടിച്ചു പോയി. കാരണം എന്ന് വെച്ചാല് ഇങ്ങനെ ഒരു സംഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു ഹിന്ദിക്കാരനാണ്, ഇയാൾ എന്നെ ഒരുപാട് ചീത്ത വിളിക്കുക, എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക, എന്റെ അടുത്ത് പറയാ നിങ്ങൾ ലോൺ അടച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴും ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ ലോൺ എടുത്തിട്ടില്ല, എന്റെ അക്കൗണ്ടിൽ ഇങ്ങനെ ഒരു ക്യാഷ് വന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇയാൾ ഇതൊന്നും കേൾക്കുന്നില്ല, ഇയാൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ എന്റെ ഫാമിലി ഉള്ളടത്തും കൂടി പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ കോൾ ചെയ്തിട്ട് ഞാൻ ഇവിടെ എന്റെ ഹസ്ബൻഡിന്റെ കയ്യിൽ കൊടുത്തു, പിന്നെ ഇവിടെ അച്ഛൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തു. അങ്ങനെ അവരൊക്കെ സംസാരിച്ചപ്പോഴത്തേക്ക് ഇവൻ പെട്ടെന്ന് കോൾ അങ്ങ് കട്ട് ചെയ്തിട്ട് പോയി കളഞ്ഞു. എന്നിട്ട് ഇവന്റെ സ്ഥലം ചോദിച്ചപ്പോഴത്തേക്ക് ഇയാൾ പറഞ്ഞ ഡൽഹി അവിടെ എവിടെയാണ് ഇയാൾ സ്ഥലം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഭയങ്കര പ്രശ്നമായി. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാൾ കോൾ കട്ട് ചെയ്തതിനു ശേഷം എനിക്ക് മെസ്സേജ് ഇട്ടേക്കാണ്. എന്റെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള എല്ലാവരെയും നമ്പർ എനിക്ക് അയച്ചിട്ട് എന്റെ അടുത്ത് പറയാണ് തന്റെ ഫോട്ടോ ഇപ്പൊ മോഡിഫൈ ചെയ്തിട്ട് ഇവർക്ക് എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ട് സോഷ്യൽ മീഡിയയിലും കൂടി അപ്ലോഡ് ആക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ പറയും. ഈ പറഞ്ഞ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നു. എന്റെ മോഡിഫൈ ചെയ്ത ഒരു ഫോട്ടോ അടിച്ചിറക്കി ഇയാള്. സത്യത്തിൽ ഇത് കണ്ടപ്പം ആരാണെങ്കിലും ഒന്ന് തകർന്നു പോകും. ഞാനും ആ സമയത്ത് സത്യത്തിൽ ഈ ഫോട്ടോ കണ്ടപ്പോ ഞാനും ഒന്ന് പേടിച്ചു. എന്ത് ചെയ്യണോന്നറിയില്ല. ഞാൻ അങ്ങ് നല്ല സങ്കടപ്പെട്ട് ഞാൻ ഒരു അരമണിക്കൂറോളം ഞാൻ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു. എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു ആ സമയം. പക്ഷെ എന്നിട്ട് ഇങ്ങനെ ഫോട്ടോ അടിച്ചിറക്കി എന്ന് പറഞ്ഞു.
അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് മുമ്പ് എന്റെ അമ്മയ്ക്ക് ഇട്ട് കൊടുത്തു. ആദ്യം തന്നെ കോണ്ടാക്റ്റിൽ എന്റെ അമ്മയ്ക്കാണ് ഇയാൾ ആദ്യം അയച്ചു കൊടുക്കുന്നത്. അങ്ങനെ അമ്മ ഈ ഫോട്ടോ കണ്ടിട്ട് അമ്മ എന്നെ പെട്ടെന്ന് വിളിക്കാം. അപ്പൊ സത്യത്തിൽ ഞാൻ അങ്ങനെ അമ്മേന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അമ്മ ഇങ്ങനെ എനിക്കൊരു ലോൺ ആപ്പി ഞാൻ പെട്ടുപോയി, ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെന്നൊക്കെ അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു, നീ പൈസ ഞാൻ തരാം, നീ പെട്ടെന്ന് ലോൺ അടച്ചിട്ട് ഈ പ്രശ്നം സോൾവ് ആക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തിനടയ്ക്കണം, എനിക്ക് കിട്ടാത്ത പൈസ ഞാൻ തിരിച്ചടയ്ക്കേണ്ട ആവശ്യമുണ്ടോ? അതും എന്റെ ഫോട്ടോയും കൂടി മോർഫൈ ചെയ്ത് അടിച്ചിറക്കിയിരിക്കുന്നു. എന്നിട്ട് അയാൾ സോഷ്യൽ മീഡിയ ഇടുമെന്നും കൂടി പറയുന്നു. അപ്പൊ എന്റെ അമ്മ എന്റെ അടുത്ത് പറഞ്ഞു, ഈ പ്രശ്നം സോൾവ് ആക്കി സോഷ്യൽ മീഡിയയിൽ വല്ലതും ഇട്ട് പ്രശ്നമാക്കും എന്നൊക്കെ പറയുന്നു അമ്മ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നടക്കത്തില്ല, എന്റെ ഫോട്ടോ മോർഫൈ ചെയ്ത് അടിച്ചിറക്കുകയും ചെയ്തിട്ട് എനിക്ക് കിട്ടാത്ത പൈസ ഞാൻ തിരിച്ചടയ്ക്കുകയും വേണം. ഞാൻ പറഞ്ഞു, നടക്കത്തില്ല, ഞാൻ അടയ്ക്കത്തില്ലെന്ന് ഞാൻ ഉറപ്പിച്ച് ഞാൻ പറഞ്ഞു. എന്നിട്ട് ആ സമയത്ത് തന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, എന്റെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാരും കൂടി എനിക്ക് മോട്ടിവേഷൻ തന്നപ്പോൾ ഓക്കെ ആയി. ഞാൻ കുറെ നേരം ഞാൻ ഇങ്ങനെ ഇരുന്നെങ്കിലും ഞാൻ പിന്നീട് ഞാൻ ഓക്കെ ആയിട്ട് വന്നു. എന്നിട്ട് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുക, അടുത്ത ആൾക്ക് ഫോട്ടോ അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തും. അപ്പൊ ഞാൻ പറഞ്ഞു, നീ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, താൻ എല്ലാവർക്കും അയച്ചു കൊടുക്കാൻ ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഫാമിലി ഗ്രൂപ്പിൽ ഞാൻ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ലോൺ ആപ്പിൽ പെട്ടിരിപ്പുണ്ട്, നിങ്ങൾ മാക്സിമം ഇങ്ങനെയുള്ള ഫോട്ടോസ് വന്നെങ്കിൽ അവോയ്ഡ് ചെയ്ത് നോക്ക പോലും ചെയ്യില്ല, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരടുത്തൊക്കെ. അങ്ങനെ ഞാൻ ആദ്യം തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ എന്റെ ഫാമിലി ഗ്രൂപ്പിലുള്ള എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ഫോട്ടോ വന്നു കഴിഞ്ഞാൽ അവോയ്ഡ് ചെയ്ത് കളയുന്നൊക്കെ അവരടുത്തൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനങ്ങ് സ്ട്രോങ് ആവാൻ തുടങ്ങി. കാരണം എന്ന് വെച്ചാൽ ഇയാള് പിന്നെ എനിക്ക് മെസ്സേജ് ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എന്റെ അടുത്ത് പറഞ്ഞു, ആദ്യം എന്റെ അമ്മയ്ക്ക് മാത്രമാണ് കേട്ടോ ഈ ഫോട്ടോ മോർഫൈ ചെയ്ത ഫോട്ടോ അയച്ചു കൊടുത്തത്, വേറെ എന്റെ കോൺടാക്റ്റിലുള്ള ആർക്കും അയച്ചു കൊടുത്തിട്ടില്ലായിരുന്നു. കാരണം ഇയാൾ പേടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇയാൾ എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ സോഷ്യൽ മീഡിയയിലും കൂടി ഇട്ട് വൈറലാക്കൂന്ന് വരെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, താൻ വൈറലാക്കുന്ന് പറഞ്ഞു, ബാക്കി ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അങ്ങ് സ്ട്രോങ് ആവാൻ തുടങ്ങി. കാരണം ഇയാള് പറയുന്ന കേട്ട് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്റെ മോർഫൈ ചെയ്ത ഫോട്ടോ അടിച്ചിറക്കിയിട്ട് ഞാൻ ഇയാൾക്ക് വീണ്ടും ലോൺ ആപ്പിൽ പൈസ അടയ്ക്കേണ്ട ആവശ്യമുണ്ട്. കാരണം എനിക്ക് വന്നിട്ടില്ല അങ്ങനെ ഒരു പൈസ. അങ്ങനെ എന്നെ പറ്റിക്കുകയാണ്. അപ്പൊ പിന്നെ എനിക്ക് അതിന്റെ പൈസ അടയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ തന്നെ ഞാൻ അങ്ങ് സ്ട്രോങ് ആവാൻ തുടങ്ങി. അപ്പൊ തന്നെ ഞാൻ ഇയാൾക്ക് സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, താൻ എല്ലായിടത്തും ഫോട്ടോ അങ്ങ് ഇട്ടോളാൻ ഞാൻ പറഞ്ഞു. പറഞ്ഞതിന് ശേഷം പിന്നെ ഇയാൾ അനക്കമൊന്നും ഇല്ല കേട്ടോ. കുറച്ചു നേരത്തേക്ക് അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അടുത്ത ദിവസം വേറെ നമ്പറിൽ നിന്ന് എനിക്ക് കോള് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വേറെ നമ്പറിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വാട്സപ്പ് കോളുകൾ മാത്രമേ വരുന്നുണ്ടായിരുന്നുള്ളൂ. വാട്സപ്പ് നമ്പറിൽ പല പല നമ്പറിൽ ഇങ്ങനെ ഒരുപാട് കോളുകൾ വരുമായിരുന്നു. അപ്പൊ ഞാൻ ഫുള്ള് കട്ട് ചെയ്ത് വിട്ടു. ഒരാഴ്ച ഉണ്ടായിരുന്നില്ല, ഒരു 3 ദിവസത്തോളം ഇങ്ങനെ കുറെ കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 3 ദിവസത്തിന് ശേഷം ഇയാളുടെ ഒരു അനക്കമേ ഉണ്ടായിരുന്നില്ല. കോളുകൾ ചെയ്യുന്ന എല്ലാം നിർത്തലാക്കി. ഞാനും ഇയാളുടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ലോൺ ആപ്പിന്റെ കാര്യം അവിടെ ക്ലോസ്ഡ് ആയി. അപ്പൊ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ തന്നെ ഒരുപാട് ലോൺ ആപ്പുകളിൽ പെട്ടിട്ട് ഒരുപാട് ന്യൂസ് കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആർക്കെങ്കിലും എന്റെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമന്റ് ചെയ്തേക്കണം. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്നാൽ മാത്രം മതി. സത്യത്തിൽ ഞാൻ തന്നെ ആ സമയത്തൊന്ന് പതറിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ തന്നെ എന്റെ ഫാമിലി ആൾക്കാർ എല്ലാവരും ഉണ്ടായതുകൊണ്ടായിരിക്കാം ഞാൻ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോയതും. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മോർഫൈ ചെയ്ത ഫോട്ടോ, അതായത് എന്റെ ഫോട്ടോ ഇങ്ങനെ ഇറക്കിയപ്പോ എനിക്ക് സത്യത്തിൽ ഒരു എന്താ പറയാ, അത് ആ സമയത്ത് ഒരു വിഷമം ഉണ്ടായിരുന്നു. പിന്നീട് അതൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളൊന്ന് പതറാതെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രതിസന്ധികളെല്ലാം മറികടക്കാനായിട്ട് പറ്റും. അപ്പൊ ലോൺ ആപ്പിൽ പെട്ടിരിക്കുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയേണ്ടത്, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകുക. അല്ലാതെ ഇപ്പോഴേ ഒരുപാട് ന്യൂസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ലോണുകൾ മാത്രം നോക്കുക. എനിക്ക് പറ്റിയ അബദ്ധം ആർക്കും ഉണ്ടാവാണ്ടിരിക്കട്ടെ. ഞാൻ ഒരു ലോൺ ആപ്പ് എന്ന് പറഞ്ഞാല് എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ല. അറിയാത്ത ഒരു ലോൺ ആപ്പ് പ്ലേ സ്റ്റോറിൽ കണ്ട് അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് എടുത്തതാണ്. അപ്പൊ എല്ലാരും അറിയാവുന്ന ലോൺ ആപ്പുകളിൽ ലോണൊന്നും എടുക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ പോലും നല്ലത് നോക്കി ചെയ്യുക. കാരണം എനിക്ക് അത്രേ പറയാനായിട്ടുള്ളൂ. കാരണം എനിക്ക് പറ്റിയ അബദ്ധം ആർക്കും ഉണ്ടാവരുത്. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുന്നെങ്കിൽ പോലും, ഉണ്ടായവരാണെങ്കിൽ പോലും എന്റെ ലൈഫ് വീഡിയോ ഇപ്പൊ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സ്ട്രോങ് ആയിട്ടിരിക്കുക. ആരും പേടിക്കരുത്. ഇവരൊക്കെ നമ്മളെ ഭീഷണിപ്പെടുത്തും. പക്ഷെ നമ്മൾ സ്ട്രോങ് ആയിക്കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ പിന്നെ എന്റെ അനുഭവം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ് ഗൈസ്. അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ എന്തെങ്കിലും അനുഭവം നിങ്ങൾക്ക് ഉണ്ടായെങ്കിൽ എനിക്ക് കമന്റ് ചെയ്തേക്കും. അപ്പം ന്യൂസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരുപാട് ന്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോഴേ സങ്കടം വരും. അപ്പം ഞാൻ ഒരു മാസം മുന്നേ ഈ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചോണ്ടിരുന്നതാണ്. പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ല. ഇപ്പോഴാണ് ഈ വീഡിയോ എടുക്കാൻ എനിക്ക് സമയം ഉണ്ടായത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള സന്ദർഭത്തിൽ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ആരും പേടിക്കേണ്ട, സ്ട്രോങ് ആയിട്ടിരുന്ന. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും എനിക്ക് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ എന്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ്. ഇങ്ങനെയൊന്നും ആരും ചെന്ന് എങ്ങും പെടരുത് കേട്ടോ.
അപ്പൊ എല്ലാവരും സൂക്ഷ്യം കണ്ട് നിൽക്കുക. അതേപോലെ ഇങ്ങനെ എന്തെങ്കിലും പ്രതിസന്ധിയിൽ നിൽക്കുകയെന്ന ആൾക്കാരാണെങ്കിൽ പോലും നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. ഓക്കെ, അപ്പൊ എനിക്ക് ഇത്രയും കാര്യങ്ങൾ പറയാനായിട്ടുള്ളൂ. അപ്പൊ എന്റെ വീഡിയോ ഇത്രയും നേരം കണ്ടിരുന്നവർക്കൊക്കെ ഒത്തിരി നന്ദിയുണ്ട്. അതേപോലെ വീഡിയോസ് ഒക്കെ ഇഷ്ടമായാല് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.